എല്ലാവർക്കും വന്ദനം. ഫെബ്രുവരി മാസത്തിൻ്റെ ആദ്യ ആഴ്ചകളിൽ ശ്രദ്ധിക്കുന്നവർക്ക് വലിയ അഭിഷേകവും വലിയ വിശ്വാസവും കൃപയും വർദ്ധിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുന്നു. അപ്പോസ്തല പ്രവൃത്തിയിൽ പൗലോസിൻ്റെ മിഷണറി യാത്രയിൽ ഉണ്ടായ ദുരന്തങ്ങളാണ് ഈ ചില ദിവസങ്ങളായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്. പൗലോസിനെ കൊന്ന് മുടിക്കണം. അതിനുവേണ്ടി അധികാരികളെല്ലാം കൂടി അഭിഷിക്തനെതിരെ വന്നു. 2-ാം സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുകയാണ്. എന്താണ്? തനിക്കും തൻ്റെ അഭിഷിക്തനും എതിരാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ പൗലോസ് ശൗൽ എന്ന പേരിൽ പരീശന്മാരുടെ നേതാവായി ദൈവസഭയെ മുടിച്ച് നടന്ന കാലം ദമസ്കോസിലെത്തിയപ്പോൾ കർത്താവ് ഒരു സൂര്യപ്രകാശത്തെക്കാൾ വലിയ പ്രകാശത്തോടെ വെളിപ്പെട്ട്, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? നീ ആരാകുന്നു കർത്താവേ? നീ ഉപദ്രവിക്കുന്ന യേശുവാണ്. മുള്ളിന് നേരെയാണോ നീ ഉദയ്ക്കുന്നത്? ഒരു ചോദ്യം ചോദിച്ചു. അതായത് നീ തൊഴിക്കുന്നത് നിന്റെ കാലിനാണ് കേട്. ദൈവസഭയെ തൊഴിച്ചാൽ നിന്റെ കാല് പോകത്തേ ഉള്ളൂ. മുള്ളിന് നേരെ ഉദയ്ക്കുന്നത് നിനക്ക് വിഹിതമോ? അങ്ങനെയാണ് ചോദിച്ചത്. അതായത് കുതിരകളെ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് കുതിര നിൽക്കുന്നതിൻ്റെ പുറകിൽ കുറെ ഇരുമ്പിൻ്റെ കൂർത്ത മുള്ളുകൾ സ്ഥാപിക്കും. കുതിരയോട് ഓരോ കാര്യം പറയുമ്പോൾ കുതിരക്ക് ഇഷ്ടപ്പെടില്ല. കുതിര ഉടനെ പുറംകാലിന് തൊഴിക്കും. ഈ തൊഴിക്കുമ്പോൾ ഈ മുള്ളെ കൊണ്ടു കഴിയുമ്പോൾ കാല് മുറിയും. അതുകൊണ്ട് പിന്നെ കുതിരക്കറിയാം, തൊഴിച്ചാൽ പുറകിലുള്ള ഈ മുള്ളെ കൊള്ളും, ഇവനെ എന്നെ പിന്നീട് നടക്കാൻ പറ്റാതെയാവും. അതുകൊണ്ട് തൊഴി നിർത്തും. അതാണ് മുള്ളിന് നേരെ ഉദയ്ക്കുന്നത് നിനക്ക് വിഹിതമോ? ശൗലേ ശൗലേ, നീ തൊഴിക്കുന്ന നിന്റെ ജീവിതത്തിനെതിരാണ്. അതായത് സുവിശേഷത്തിനെതിരെ തൊഴിച്ചാൽ, പരിശുദ്ധാത്മാവിൻ്റെ പദ്ധതിക്കെതിരെ തൊഴിച്ചാൽ, യേശുവിൻ്റെ സഭയ്ക്കെതിരെ തൊഴിച്ചാൽ, തൊഴിക്കുന്നവൻ അവൻ്റെ കാല് തന്നെ തകർക്കുകയാണ്. തൊഴിക്കുന്നവൻ അവൻ്റെ കൈ തന്നെ നശിപ്പിക്കുകയാണ്. തൊഴിക്കുന്നവൻ അവൻ്റെ ജീവിതം കളയുകയാണ്. അതിന് പകരമായിട്ട് യേശുവേ ഞാൻ അങ്ങയെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതം തുറന്നു വരികയാണ്. ദൈവസഭയെ ഉപദ്രവിക്കുമ്പോൾ ആരുപദ്രവിക്കുന്ന അവരുടെ ജീവിതം നരകത്തിലേക്ക് വേഗം വലിച്ചടിപ്പിക്കുകയാണ്. എന്നാൽ യേശുവിൻ്റെ ഈ മാർഗം, ഈ സത്യമാർഗത്തിലേക്ക് നിങ്ങളുടെ ഹൃദയം തുറന്നാൽ, യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ചാൽ, ക്രൂശിൽ ആ കള്ളനെ പോലെ ഇന്ന് നീ എൻ്റെ കൂടെ പറുദീസയിൽ, അത്രയും വേഗത്തിൽ നിന്റെ പറുദീസകൾ തുറന്നു വരും. നിന്റെ അനുഗ്രഹം തുറന്നു വരും. നീ തൊഴിച്ചാലോ നിന്റെ ജീവിതത്തിൽ നീ നഷ്ടങ്ങൾ കാണും, നീ പരാജയങ്ങൾ കാണും, നീ നാശങ്ങൾ കാണും. നിനക്ക് വിജയം കാണാൻ കഴിയില്ല. ദൈവസഭയെ തൊഴിച്ച ആരും നിലനിന്നിട്ടില്ല. ഒരു കാലത്ത് സുവിശേഷത്തിനെതിരെ നിന്ന സീസർ സുവിശേഷത്തിനെതിരായിരുന്നു. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ, അത് മലയാള പരിഭാഷയിലുണ്ട്, കൈസറുടെ അരമനയിലുള്ളവർക്കും വന്ദനം ചൊല്ലുവിൻ. അതായത് സീസറുടെ അരമനയിലും സുവിശേഷമെത്തി. എന്നാൽ സീസർ സുവിശേഷത്തിനെതിരായി. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ, 2000 വർഷം കഴിഞ്ഞപ്പോൾ, സീസർ ഇല്ല ഇന്ന്. പകരം യേശു ഇന്നുമുണ്ട്. മാത്രമല്ല, അന്നുണ്ടായിരുന്ന സീസറുടെ പേര് ഇന്നുള്ള പട്ടിക്കിട്ടു. പല വീടുകളിലും പട്ടിയുടെ പേര്, ഞാനൊക്കെ ചെറുതായിരിക്കുമ്പോൾ സീസർ എന്നാണ്. നല്ല ഇനം പട്ടിക്ക് പേരിടും സീസർ, വലിയ പുള്ളിയാ. എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചു? സുവിശേഷത്തിനെതിരെ നിന്നതാണ്.
100 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു നിരീശ്വരനായ വോൾട്ടയർ, അദ്ദേഹം ദൈവമില്ല, ബൈബിൾ വെറും മനുഷ്യനെ ചതിക്കുന്ന പുസ്തകമാണെന്ന് പറഞ്ഞ് എതിർത്തു. എന്നിട്ട് പറഞ്ഞു, സമ്പന്നനായ അദ്ദേഹം പറഞ്ഞു, 100 കൊല്ലത്തിനുള്ളിൽ ബൈബിൾ എന്ന ഈ പഴഞ്ചൻ പുസ്തകം ഏതെങ്കിലും ഒരു മ്യൂസിയത്തിൽ ഏറ്റവും അവസാനത്തിലിരിക്കുന്ന ഒരു പഴഞ്ചൻ പഴകിപ്പോയ പുസ്തകമായിരിക്കും, ജീർണിച്ച പുസ്തകമായിരിക്കും, പരിഹസിച്ചു പറഞ്ഞു. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ വോൾട്ടയർ മരിച്ചു. വോൾട്ടയറുടെ വീട്, വലിയ കൊട്ടാര സദൃശ്യമായ വീട്, ബൈബിൾ സൊസൈറ്റി വിലക്കെടുത്തു. പല രാജ്യങ്ങൾക്ക് വേണ്ടിയുള്ള പല ഭാഷയിലുള്ള പുസ്തകങ്ങൾ, ബൈബിളുകൾ അതിനകത്ത് അടുക്കി 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 വെച്ചപ്പോഴാണ് ദൈവത്തിന് ആമേൻ തൻ്റെ പദവി കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞത്. ദൈവമാരാണ്? ദൈവത്തെ ഒരിക്കലും തോൽപ്പിക്കാമെന്ന് ആരും വിചാരിക്കരുത്. അവൻ ഇന്നലെ ഇന്നും എന്നേക്കും അനന്യനാണ്. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, അമേരിക്കയിൽ ഒരു നിരീശ്വരവാദി ഒരിക്കൽ ഒരു വലിയ ബോർഡ് സ്ഥാപിച്ചു. ആ ബോർഡ് ദൂരം കാശ് മുടക്കിയ പുള്ളി അത് സ്ഥാപിച്ചത്. ദൈവം മരിച്ചുപോയി. വില്യം ജോർജ് ഒപ്പ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്നവർ ഇത് കണ്ടിട്ട് ദൈവം മരിച്ചുപോയി, വില്യം ജോർജ് ഒപ്പ്. ഒരു 15 കൊല്ലം കഴിഞ്ഞപ്പോൾ വില്യം ജോർജ് മരിച്ചു. അന്നൊരു വിരുദ്ധൻ അവിടെ ആ ബോർഡിൽ ഇങ്ങനെ എഴുതി, വില്യം ജോർജ് മരിച്ചുപോയി, ദൈവം ഒപ്പ്. ഇങ്ങനെ മറുപടി കൊടുക്കുന്നവരാണ് ദൈവം. ദൈവത്തെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. ആ ദൈവത്തിൻ്റെ കൂടെ നിന്നാലോ ജയം ഉറപ്പാണ്. ഇതാ പൗലോസിനെ തീർത്ത് കളയണം. 24-ാം അധ്യായത്തിലേക്ക് വരാം. പൗലോസ് തടവിലാണ്. വേണമെങ്കിൽ ആർക്കും പൗലോസിനെ പുറത്തു കൊണ്ടുവരാം. പൗലോസിൽ അനീതി ഇല്ലെന്ന് എല്ലാവർക്കും അറിയാം, എങ്കിലും പുറത്തു കൊണ്ടുവരുന്നില്ല. വേണ്ട. ഇവിടെ നോക്കിയേ, പൗലോസ് തന്റെ ന്യായം പറയുകയാണ്. 24:20, ഞാൻ ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് ഇന്ന് നിങ്ങൾ എന്നെ വിസ്തരിക്കുന്നു എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞ വാക്കല്ലാതെ അവിടെ വെച്ച് എൻ്റെ പക്കൽ വല്ല കുറ്റം ഉണ്ടെങ്കിൽ ഇവർ തന്നെ പറയട്ടെ. വിസ്താരത്തിൽ പൗലോസ് പറയുകയാണ് കോടതിയിൽ. അപ്പോൾ നാടുവഴിയായ ഫെലിക്സ്, 22-ാം വാക്യം, ഫെലിക്സിന് ഈ മാർഗം സംബന്ധിച്ച് സൂക്ഷ്മമായ അറിവുണ്ടായിരുന്നിട്ടും ലൂസിയ സഹസ്രാധിപൻ വരുമ്പോൾ ഞാൻ നിങ്ങളുടെ കാര്യം തീർച്ചപ്പെടുത്തുമെന്ന് പറഞ്ഞ് അവധി വെച്ചു. പൗലോസിനെ വെറുതെ വിടാം, എന്നാൽ കോടതി ഇങ്ങനെ നീക്കുകയാണ്, ബെയില് കൊടുക്കാതെ, പൗലോസിനെ പുറത്തു വിടാതിരുന്നാൽ പൗലോസ് അടുത്ത ലേഖനം എഴുതും. എന്താണ്? ജയിലിൽ വെച്ച് ഞാൻ ജനിപ്പിച്ച എൻ്റെ മകനായ ഒനോസിമോസിന് വേണ്ടി ആണ് ഞാനത് എഴുതുന്നത്. ജയിലിൽ നിന്ന് പുറത്തു വന്നില്ലെങ്കിൽ ജയിലിൽ കാരാഗ്രഹ പ്രമാണിയെ സ്നാനപ്പെടുത്തും. ജയിലിൽ നിന്ന് വിട്ടാൽ നാട്ടുകാരെ സ്നാനപ്പെടുത്തും. എങ്ങനെ പോയാലും പൗലോസ് എവിടെ ചെന്നാലും വിടുതൽ ഉറപ്പാണ്. സുവിശേഷത്തിന് വിരോധമായി ആര് നിന്നാലും അറിയണം, സത്യത്തെ മൂടി വെക്കാൻ കഴിയില്ല. വിളക്ക് കത്തിച്ച് കട്ടിലിന്റെ കീഴെ വെക്കാൻ കഴിയില്ല. അത് എല്ലാവർക്കും പ്രകാശിക്കേണ്ടതിന് തണ്ടിന്മേലത്രേ വെക്കേണ്ടത്. ഇതാ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ നാട് വഴി ഫെലിക്സിന് പൗലോസിന്റെ പ്രസംഗം കേൾക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായി. പൗലോസ് തനിക്ക് വേണ്ടി തന്നെ ഒറ്റയ്ക്ക് വാദിക്കുകയാണ്. വാദിക്കാൻ ആരുമില്ല. പൗലോസിനെതിരെ വാദിക്കാൻ വലിയ കൂട്ടം വന്നിട്ടുണ്ട്. പൗലോസിന് വേണ്ടി വാദിക്കുക. ആരും തനിക്ക് വേണ്ടി സാക്ഷ്യം പറയാനില്ല, തോറ്റുകൊടുക്കുന്നില്ല. കാരണം കൈസരുടെ മുമ്പിൽ നിൽക്കും, രാജാക്കന്മാരോട് സുവിശേഷം അറിയിക്കും. ഈ മഹാപ്രതിഫലമുള്ള ധൈര്യമാണ് തള്ളിക്കളയാതെ
പൗലോസ് സൂക്ഷിക്കുന്നത്. അങ്ങനെ ഫെലിക്സ് അവിടെ ഇട്ടേച്ചു പോയെങ്കിലും 21 വാക്യത്തിൽ ശതാധിപനോട് അദ്ദേഹം പറഞ്ഞു, അവനെ തടവിൽ തന്നെ സൂക്ഷിച്ച് ദയ കാണിക്കണം. തടവിലാണെങ്കിലും അവനൊന്നും ചെയ്തിട്ടില്ല, ദയ കാണിക്കണം. അവൻ്റെ സ്നേഹിതന്മാർ അവന് ശുശ്രൂഷ ചെയ്യുന്നത് വിരോധിക്കരുത്. അതായത് അവനെ പുറത്തു വിടണ്ട, പക്ഷെ അവൻ നല്ലവനാണ്. അവനെ ശുശ്രൂഷകളെല്ലാം ആരെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ, അവനോട് ദയ കാണിച്ചേക്കണം. നല്ലവനാണ്, ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഈ മാർഗം സത്യമാണ്. എന്നാലും ഈ മാർഗത്തിന് വേണ്ടി ഒന്ന് സംസാരിക്കാൻ മുതിരാത്ത നാടുവാഴികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇത് സത്യമാണെന്ന് അറിഞ്ഞാലും പരസ്യമായി ഇത് പറയില്ല. ഒരിക്കൽ ഫുട്ബോൾ താരമായ നെയ്മാർ, അദ്ദേഹം തൻ്റെ രാജ്യത്തിന് വേണ്ടി കളിക്കുമ്പോൾ തൻ്റെ നെറ്റിയിൽ ഒരു ബാൻഡ് ഇട്ടു. എന്താണ്? 100% യേശു, 100% ജീസസ്. അപ്പൊ 100% ജീസസ് എന്നുള്ള ആ ബാൻഡ് നെറ്റിയിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പന്ത് കളിച്ചു. വലിയ ജയമുണ്ടായി. ലോകം മുഴുവനും, മുഴുവൻ ജനവും ജയത്തിന്റെ കാരണം യേശുവാണെന്ന് അറിഞ്ഞു. സുവിശേഷം അറിയിക്കാൻ പ്രസംഗിച്ചില്ല. പ്രസംഗിച്ചാലല്ലേ വഴക്കുള്ളൂ. യേശുവിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല, പറഞ്ഞാലാണ് വഴക്കിന് വരുന്നത്. ഈ ബാൻഡ് മാറ്റാൻ ആരൊക്കെയോ അദ്ദേഹത്തോട് $5 ലക്ഷം തരാം, ഈ ബാൻഡ് ഒന്ന് മാറ്റാമോ? അദ്ദേഹം പറഞ്ഞു, 5 അല്ല, ഇനി എത്ര തന്നാലും മാറ്റില്ല. സുവിശേഷം ഭൂമിയുടെ എല്ലാ ഭാഗത്തും എത്തും, എല്ലാ വഴിയിലൂടെ എത്തും. സുവിശേഷത്തെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. പൗലോസിനെ ഒന്ന് അനുകൂലിച്ച് പറയാൻ ഈ രാജാവിന്, ഈ നാടുവാഴിക്ക് മനസ്സില്ല. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ പൗലോസിന്റെ പ്രസംഗം കേൾക്കാൻ അദ്ദേഹം വന്നു. 24 വാക്യം. കുറെ നാൾ കഴിഞ്ഞിട്ട് ഫെലിക്സ് യഹൂദ സ്ത്രീയായ തൻ്റെ ഭാര്യ ദ്രുസില്ലയുമായി വന്നു. പൗലോസിനെ വരുത്തി യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തെക്കുറിച്ചുള്ള അവൻ്റെ പ്രസംഗം കേട്ടു. എന്നാൽ അവൻ നീതി, ഇന്ദ്രിയജയം, വരുവാനുള്ള ന്യായവിധി എന്നിവയെക്കുറിച്ചുള്ള കാര്യം സംസാരിക്കുമ്പോൾ ഫെലിക്സ് ഭയപരവശനായി. തൽക്കാലം പോകാം, അവസരമുള്ളപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു. പേടിച്ചുപോയി. സുവിശേഷം കേൾക്കാനായിട്ട് ഭാര്യ ദ്രുസില്ല. ഒരു ദേവദാസൻ പറഞ്ഞത്, വി എ തോമസ് എന്ന് പറഞ്ഞ കർത്താവിൽ പ്രസിദ്ധനായിരുന്ന ദേവദാസൻ, അദ്ദേഹം പറഞ്ഞത് ഭാര്യ ദുർസില്ലയുമായിട്ട് വന്നു, അത്രയും മോശക്കാരിയായിരുന്നു എന്നാണ്. അപ്പൊ ഈ ദുർസില്ലയുടെ കൂടെ ഫെലിക്സ് ഇരുന്ന് വചനം കേൾക്കുമ്പോൾ നീതി, ഇന്ദ്രിയജയം, ന്യായവിധി കേട്ട് പേടിച്ചുപോയി. ഇവന്റെ ജീവിതം മുഴുവനും അഴുക്കിന്റെ ജീവിതമാണ്. പൗലോസ് അവിടെ അഡ്ജസ്റ്റ്മെന്റിന്റെ, അബ്രഹാമിന്റെ അനുഗ്രഹം നിനക്ക് വരും, നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, നിന്റെ ഭാര്യ ദുർസില്ല, വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ, മക്കൾ ഒലിവ് തൈവുകൾ പോലെ എന്നൊന്നും പറഞ്ഞില്ല. 128 സങ്കീർത്തനൊന്നും വായിച്ചില്ല. അവന്റെ ചങ്കത്ത് കൊള്ളുന്ന ദൈവവചനം പറഞ്ഞു. പേടിച്ചുപോയി. അവസരമുള്ളപ്പോൾ വിളിക്കാം, ഞാനിപ്പോ പോവുകയാണ്. പേടിച്ചുപോയി. സുവിശേഷത്തിന് രാജാക്കന്മാരെ ഭയപ്പെടുത്താൻ ശക്തിയുണ്ട്. നിന്നെ പേടിപ്പിക്കാൻ ഒന്നിനും കഴിയില്ല, രാജാക്കന്മാർക്ക് കഴിയില്ല. എന്നാൽ രാജാക്കന്മാരെ പേടിപ്പിക്കാൻ നിന്റെ വായിലുള്ള വചനത്തിന് ശക്തിയുണ്ട്. അതുകൊണ്ട് സുവിശേഷം അറിയിക്കുന്നത് അഭിമാനമായി കാണുക, ദൈവത്തിൻ്റെ പദ്ധതിയായി കാണുക. ഭൂമി മുഴുവനും ഈ സുവിശേഷം എത്തിക്കുവാൻ കർത്താവ് നിങ്ങളെ ഉപയോഗിക്കട്ടെ. പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, ഇന്ന് കേട്ട ഈ ദൈവവചനത്തിൻ്റെ ശക്തി ഈ ജനത്തിൻ്റെ മേൽ കടന്നു വരട്ടെ. ഇന്ന് കേട്ട ദൈവവചനത്തിൻ്റെ അഭിഷേകം ഈ ജനങ്ങൾ പ്രാപിക്കട്ടെ. സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ലാതെ എവിടെയും തല ഉയർത്തി നിൽക്കാൻ ഇന്നത്തെ ധ്യാനം കാരണമാകട്ടെ. ഇത് കേട്ടവരെല്ലാം
ധൈര്യമുള്ളവരായി മാറട്ടെ. ഞാൻ അനുഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവരോട് കൂടി ഇരിക്കണം. ആത്മഭാരമുള്ളവരാക്കി ഇവരെ മാറ്റണം. എവിടെയിട്ടാലും സുവിശേഷത്താൽ ജനങ്ങളെ രൂപാന്തരത്തിലേക്ക് നയിക്കുന്ന ശക്തി കേന്ദ്രങ്ങളായി ഞാൻ ഇവരെ ഏൽപ്പിച്ചനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. ഈ വചനങ്ങൾ ഒത്തിരി പേർക്ക് ജീവനും ചൈതന്യവുമുള്ളതായി മാറട്ടെ. നാളെ നമുക്ക് പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് രാവിലെ 10:30 ഉപവാസ പ്രാർത്ഥനയുണ്ട്. കഴിയുന്നതും വരാൻ കഴിയുന്നവർ വരിക, ബലപ്പെടാം. നേരിട്ട് നമുക്ക് കുറേ നേരം ദൈവവചനം ധ്യാനിക്കാം, പ്രാർത്ഥിക്കാം. പുതുതായി വരുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. കർത്താവിൻ്റെ കൈകളിൽ നമ്മെ ഏൽപ്പിക്കാം. നാളെ ഇതേ സമയത്ത് ജീസസ് എവരി ഡേ തുടരുന്നതാണ്. ഗോഡ് ബ്ലെസ് യു. por
ആരാധിച്ചോട്ടെ. എൽ ഷദായ്, എൽ ഷദായ്,